ആരാടത്? പണം ഒരു പ്രശ്നമല്ല. അത് ഫാസിലിന്റെ പടമാ. അത് കഴിഞ്ഞിട്ടാണ് പുഷ്പ. അല്ല അത്രയും അല്ല, ബട്ട് സ്റ്റിൽ നോട്ട് ബാഡ്. എങ്ങനെയുണ്ട്? തീയാണോ? ഭയങ്കര മാസൊക്കെ എങ്ങനെയുണ്ട്? ഫയറാണോ? പുഷ്പ എനിക്ക് ഞാൻ പറയില്ല, ഒരു കമ്പയർഡ് ബൈ ഫസ്റ്റ് ആണ് ഇച്ചിരി നല്ലത്. പടത്തിന്റെ ലെങ്ത് കൂടി പോയി. അവിടെ പാഫ കിട്ടില്ല. ഒന്നും പറയണ്ട, കറച്ചിലൊക്കെ വന്നത്. ഇത് ഫസ്റ്റ് ഒക്കെ കുഴപ്പമില്ല, ഡാൻസും പാട്ടൊക്കെ കുഴപ്പമില്ല. നമ്മുടെ പാപ്പ ആറാടുവാണോ? ഫാഫയുടെ ആക്ച്വലി ഒരു കംബാക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു സൈസ് സ്പെഷ്യൽ മഴുവാണ്. ഇതാണ് ഇതിന്റെ വേറെ ഐറ്റം കൊണ്ടാണ് നമ്മുടെ അല്ലു ഭായി വെട്ടി തുടങ്ങിയത്. മൊത്തത്തില് മാസാണ് പടം, മൊത്തത്തില് കംപ്ലീറ്റ് മാസാണ്. ഫസ്റ്റ് ഹാഫ് വരെ ഫാസ്റ്റ് ഫാസ്റ്റിലും അല്ലു അർജുനും അടിപൊളി പരിപാടി. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അടിപൊളി പടം കാണാൻ പറ്റും. ഇല്ല ലാഗ് ഒന്നുമില്ല, അടിപൊളി പടമായിരുന്നു. സോഗോ ഗിർജ രശ്മിക വന്നാല് അത് മാത്രമുണ്ട് കൊള്ളാതായിട്ട്. അടിപൊളി പടമാണ്. കിടില പടം, സൂപ്പർ ബ്ലാക്ക് മാസ്റ്റർ. പേഴ്സണൽ സീനൊക്കെ ആക്ച്വലി കൊള്ളാം. ഇന്റർവൽ ആ ഒരു ചാലഞ്ച് എനക്ക് ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇച്ചിരി ഓവറായി പോയെന്നേ പറയൂ. കുഴപ്പമില്ല, സബ്ടൈറ്റിൽ ഇല്ലായിരുന്നു, തെലുങ്കാണ്. കുഴപ്പമില്ല. പടം നല്ല പടം, ഫസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് പോലെ. ഇന്റർവൽ വരെ കണ്ടോലെ, ഇന്റർവൽ വരെ വേറെ ലെവലാണ്. 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. അടിപൊളി മൂവിയായിരുന്നു. ഓരോ സീൻസ് ആണെങ്കിലും നമുക്ക് കണ്ണടയ്ക്കാൻ പോലും തോന്നുന്നില്ല. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ.